ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ കുഞ്ഞ് പിറന്ന ശേഷം അതിനെ കാണാനായിട്ട് പോകുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കൊക്കെ നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു മനോഹരമായ ആചാരം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമ്മാനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരത് ഉപയോഗിക്കുമോ, അതല്ല നമുക്ക് മുന്നേ വേറെ ആരെങ്കിലും ഇത് അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ഞാനൊക്കെ ഒത്തിരി ടെൻഷൻ അടിക്കാറുണ്ട്. അടുത്ത ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് ചോദിക്കാം അവർക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടം കൂടെ പരിഗണിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരുടെ അടുത്തും നമുക്കിത് ചോദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചാലും എല്ലാവരും കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം തരണം എന്നുമില്ല. ഇത്തരം ടെൻഷനും കൺഫ്യൂഷനും എല്ലാം ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് ക്രൈ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്, ഫസ്റ്റ് ഗിഫ്റ്റ് കാർഡ്സ്. ന്യൂബോൺ മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പുതുതായി അമ്മമാരായവർക്കും വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഉള്ള ഒരു സ്റ്റോറാണ് ഫസ്റ്റ്ക്രൈ. ഇവർക്ക് ഓഫ്ലൈൻ സ്റ്റോർസ് മാത്രമല്ല ഓൺലൈൻ ആപ്പുമുണ്ട്. ഈ ഓൺലൈൻ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, മുകളിൽ കാർഡ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഇതുവരെ കാണാത്തവർക്ക് ആ ലിങ്ക്സ് യൂസ് ചെയ്തിട്ട് കാണാം. ഫസ്റ്റ്ക്രൈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോപ്പപ്പ് ചെയ്യും. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു നോക്കാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കാർഡ്സിൻ്റെ മെനു ഓപ്പൺ ആവില്ല കേട്ടോ. ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഓപ്പൺ ആവുന്ന വിൻഡോ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഫസ്റ്റ്ക്രൈ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു രൂപം. ഇതിന് അവർ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നും പേര് കൊടുത്തിട്ടുണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. ആർക്കാണോ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മളൊരു എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ആ എമൗണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബജറ്റ് അനുസരിച്ചിട്ട് 500 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള ഡിഫറെൻറ്റ് എമൗണ്ട്സിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഇത്രയാണ്. ആർക്കാണോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ആളുടെ പേരും ഇമെയിൽ അഡ്രസ്സുമാണ് ആദ്യത്തെ 2 കോളത്തിൽ കൊടുക്കേണ്ടത്. 3rd കോളത്തിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ, എന്തെങ്കിലും വിഷസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. 4th കോളത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ പേര്, അതായത് ആരാണ് ഗിഫ്റ്റ് അയക്കുന്നത് ആളുടെ പേര്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം എമൗണ്ട് കൂടെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ആളുടെ ഇമെയിലിൽ ഡെലിവർ ആവും. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ കാർഡിൽ വരും. ഗിഫ്റ്റ് നൗ എന്ന ബട്ടൻ്റെ താഴെയായിട്ട് ഈ ഗിഫ്റ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 രൂപയുടെയും 15,000ൻ്റെയും ഇടയിലുള്ള ഏത് വാല്യൂ ആയിരിക്കുക എന്നുള്ളതാണ്. ഏത് വാല്യൂവും പറ്റില്ല, അവരവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടാമത്തേത് ഡെലിവേർഡ് വയ ഇമെയിൽ, അതായത് ഇതൊരു വെർച്വൽ ഗിഫ്റ്റ് കാർഡാണ്. നമുക്കിത് ഫിസിക്കൽ ഹാൻഡ്ലിങ്ങിന് കിട്ടില്ല. ഇമെയിൽ വഴി മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സിലോട്ടാണല്ലോ ഇത് അയക്കുന്നത്. അപ്പോൾ ആ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് മാത്രമേ ഈ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത് പറയുന്നത് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ക്രൈയിലുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പറയുന്നത് ഈ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ ഒരു ഫ്രീ അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് ക്രൈയിൽ പെയ്ഡ് അക്കൗണ്ട്സ് ഉണ്ട്, ക്ലബ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് വേണമെന്നില്ല. പെയ്ഡ് അല്ലാത്ത നോർമൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് നടത്താൻ പറ്റും. ഓരോ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റിനും ഓരോ യുണീക്ക് കോഡ് ഉണ്ട്. ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ കോഡ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് റെഡീം ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് കാർഡിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് വരുന്ന ഓർഡറുകൾ പേ ചെയ്യാനായിട്ട് നമുക്ക് ഗിഫ്റ്റ് കാർഡ് തന്നെ ഉപയോഗിക്കാം. ബാക്കി എമൗണ്ടിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കളവ് പോയാലോ നഷ്ടപ്പെട്ടു പോയാലോ ഗിഫ്റ്റ് കാർഡ് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റിൽ വരുന്ന ഈ യുണീക്ക് വൗച്ചർ കോഡ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗിഫ്റ്റ് കാർഡിൽ അതിലെ പർച്ചേസ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റ് മുതൽ 1 വർഷത്തേക്ക് മാത്രമായിരിക്കും ഈ ഗിഫ്റ്റ് വൗച്ചറിൻ്റെ വാലിഡിറ്റി. അതിനുശേഷം ആ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്കകത്ത് ഷിപ്പിംഗ് വരുന്ന ഓർഡേഴ്സിന് മാത്രമേ ഗിഫ്റ്റ് കാർഡ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ.
ചെക്ക് ഉപയോഗിച്ചിട്ടോ ക്യാഷ് ഓൺ ഡെലിവറി വഴിയോ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഗിഫ്റ്റ് കാർഡ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഒരു സിംഗിൾ പർച്ചേസിലൂടെ തന്നെ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ മൊത്തം എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് 2, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെറിയ ചെറിയ എമൗണ്ട്സിൻ്റെ പർച്ചേസുകളായിട്ട് വേണമെങ്കിലും ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. ഇടയ്ക്ക് വെച്ചൊരു പോയിന്റ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതായത് അൺയൂസ്ഡ് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ്സ് മെ നോട്ട് ബി റെഡീംഡ് ഫോർ ക്യാഷ്. ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അതിലെ എമൗണ്ട് അതുപോലെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ അത് എക്സ്പയർ ആവും. അല്ലാതെ നമ്മൾ അതിൻ്റെ എമൗണ്ട് തിരിച്ച് കാശായിട്ട് തരാൻ പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഇനി എങ്ങനെയാണ് ഫസ്റ്റ്ക്രൈ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന കോളത്തിൽ ഓരോന്നും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. റെസിപ്പിയൻസ് നെയിം, റെസിപ്പിയൻസ് ഇമെയിൽ ID. ഇതാണ് എൻ്റെ ഇമെയിൽ ID. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കാർഡ് അയക്കണമെങ്കിൽ മെയിൽ ID തെറ്റിക്കണ്ട കേട്ടോ. കൂടെ തന്നെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക. ഇനി ആരാണ് ഗിഫ്റ്റ് അയക്കുന്ന ആളുടെ പേര് കൊടുക്കുക. നമുക്കിപ്പോൾ തൽക്കാലം ഷമീം എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട എമൗണ്ട് സെലക്ട് ചെയ്യുക. ഞങ്ങൾ സെലക്ട് ചെയ്തത് 2000 rupees ആണ്. ഗിഫ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ 2000 rupees വാല്യൂ ഉള്ള നാസിഹയ്ക്കുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് ഷമീമിൻ്റെ കാർട്ടിൽ ആഡ് ആവും. ഗോ ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. കാർട്ടിൽ പോയി നോക്കുക. ഇതാ കണ്ടില്ലേ, 2000 rupeesൻ്റെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ ആഡായിട്ട് കിടപ്പുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്: UPI, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, പേടിഎം വാലറ്റ്, നെറ്റ് ബാങ്കിങ്, ക്യാഷ് ഓൺ ഡെലിവറി, EMI. ക്യാഷ് ഓൺ ഡെലിവറി വർക്കിംഗ് അല്ല. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മെസ്സേജ് വരുന്നതായിരിക്കും. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുക. അതിനുശേഷം നമ്മൾ കൊടുത്ത മെയിൽ IDയിലോട്ട് ഗിഫ്റ്റ് കാർഡ് സെൻഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഗിഫ്റ്റ് കാർഡ് എങ്ങനെയാണ് നമ്മളൊരു പർച്ചേസിൻ്റെ സമയത്ത് റെഡീം ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഇവിടെ കണ്ടില്ലേ, അപ്ലൈ കൂപ്പൺ ഓർ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് കൂപ്പൺ കോഡിനുള്ളത്, ഒന്ന് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഓർ സേവിങ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കാർഡിലുള്ള ആ ഒരു യുണീക്ക് കോഡ് നമ്മൾ ഈ അപ്ലൈ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഓർ സേവിങ് കോഡ് എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള കോഡാണെങ്കിൽ നമുക്ക് ഏതൊരു പർച്ചേസിനും അത് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ്ക്രൈ ഗിഫ്റ്റ് കാർഡ് ഓർ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് അറിയേണ്ടതായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഫസ്റ്റ്ക്രൈ യൂസർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഫസ്റ്റ്ക്രൈ യൂസർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട വിധം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയത്ത് ഇതുപോലൊരു ഗിഫ്റ്റ് കാർഡ് അവരുടെ പേരിൽ വാങ്ങിയിട്ട് കൊടുക്കുക. അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെ സെലക്ട് ചെയ്യട്ടെ. ന്യൂ ബോൺ ബേബീസിന് മാത്രമല്ല 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒത്തിരി പ്രോഡക്റ്റ്സ് ഫസ്റ്റ്ക്രൈയിലുണ്ട്. അപ്പോൾ ഇനി ബർത്ത്ഡേസിനും മറ്റുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തും ഈ ഗിഫ്റ്റ് കാർഡ് തന്നെ യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.